ഇതല്ല കേട്ടോ ഹൈവേ ആക്ച്വലി ഹലോ ഗായ്സ്, വെൽക്കം ടു നേപ്പാൾ. അങ്ങനെ എന്താ പറയുക, 5 ദിവസത്തെ ഡ്രൈവ് 3500 കിലോമീറ്റർ ഓടിയിട്ട് ഫൈനലി നമ്മളങ്ങനെ നേപ്പാളിൽ എത്തിയിരിക്കുകയാണ്. രജുമനെ, വെൽക്കം ടു നേപ്പാൾ. ഫസ്റ്റ് ടൈം നേപ്പാളിൽ? സെക്കൻഡ് ടൈം. ബൈക്ക് എടുത്തിട്ട് ഫസ്റ്റ് ടൈം അല്ല? ഓക്കെ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബോർഡർ ക്രോസിങ്ങിന്. ഞങ്ങൾ കഴിഞ്ഞ 5 ദിവസം ഇന്നലെയാണ് സുഖമായിട്ട് കിടന്നു തുടങ്ങിയത്. ഇപ്പോൾ സമയം 12 മണിയായി. ഇത്ര ദിവസം നമ്മൾ രാത്രി 11 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് അടിച്ച് ഡ്രൈവ് ആയിരുന്നു വേഗം എത്താൻ വേണ്ടിയിട്ട്. ബാംഗ്ലൂരിൽ നിന്നും നമ്മൾ ഒരു ദിവസം കളഞ്ഞു, ഹൈദരാബാദ് നമ്മൾ ഒരു ദിവസം കളഞ്ഞു വണ്ടി സർവീസിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഒരു ദിവസം ഡിലേ ആയത്. 4 ദിവസം കൊണ്ട് ട്രാവൽ ചെയ്തിട്ട് ഞായറാഴ്ച രാത്രി എത്താനുള്ള പ്ലാനായിരുന്നു. സർവീസിൻ്റെ കാരണം കൊണ്ടാണ് നമ്മൾ തിങ്കളാഴ്ച ഒരു ദിവസം ലേറ്റ് ആയിട്ട് എത്തിയിട്ടോ. അപ്പോൾ ഇവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് നമുക്ക് 240 കിലോമീറ്ററാണ്. പക്ഷേ 10 മണിക്കൂറിന് മേലെ ഡ്രൈവ് എടുക്കും. കാരണം ഈ നേപ്പാളിലെ റോഡുകളൊക്കെ അങ്ങനെയാണ്, ഭയങ്കര ഓഫ് റോഡ്സാണ്, പിന്നെ ഷോർട്ട് റോഡ്സാണ്, നമുക്ക് ഹൈവേസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്ത് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കാഠ്മണ്ഡുവാണ് എത്തേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ നേപ്പാൾ ബോർഡറിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള കാഴ്ചകളാണ്. നമ്മുടെ വേൾഡ് ട്രിപ്പിലെ 100 കൺട്രിയിലെ നമ്മുടെ 2ാമത്തെ രാജ്യമായ നേപ്പാളിലേക്ക്. ആദ്യം 1 ഇന്ത്യ ആണ്, 2 നേപ്പാൾ. ഇനി നമ്മൾ കയറാൻ പോകുന്നത് 3ാമത്തത് നേപ്പാളിൽ നിന്ന് ഏത് ബോർഡർ ക്രോസ് ചെയ്യുന്നില്ല കണ്ടേ. എല്ലാ വീഡിയോസും കാണും കേട്ടോ. ബോർഡർ മാറുമ്പോഴേക്കും ഒരു സ്ഥലത്തിൻ്റെ ചേഞ്ചസ് ഉണ്ട് നിങ്ങൾ. കാരണം ഇന്ത്യ ബോർഡറിൽ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് കച്ചറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിരുന്നു. പക്ഷേ നേപ്പാളിൽ കയറിയപ്പോൾ ഒരുപാട് മാറ്റം വന്നു. നമുക്ക് പൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഈ മണമൊക്കെ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. വൃത്തിയുണ്ട്, സീറ്റൊക്കെ നല്ല വൃത്തിയുണ്ട്. ഓക്കെ. നേപ്പാളിൽ ആക്ച്വലി എല്ലാവർക്കും അറിയുന്നുണ്ട്, എന്നാലും അറിയാത്ത ആൾക്കാരോട് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലത്തെ പോകുന്ന ലെഫ്റ്റ് ഹാൻഡാണ്, ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടത്. ഇന്ത്യ തന്നെ കേട്ടോ. പ്ലേറ്റ്സൊക്കെ റെഡ് കളറിലും ബ്ലാക്ക് കളറിലൊക്കെയാണ് ഇവിടുത്തെ നമ്പർ പ്ലേറ്റ്സ് വരുന്നത്. അതിലാണ് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ തൊപ്പിയിട്ട് കുറേ നേപ്പാളി അപ്പൂപ്പന്മാരും കാണാൻ പറ്റും. പിന്നെ നല്ല അടിപൊളി കാണാൻ നല്ല സുന്ദരികളായ നേപ്പാളി പെമ്പിള്ളേരും കാണാൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ് നേപ്പാളിലേക്ക് കടന്ന് നമുക്ക് കിട്ടുന്ന മെച്ചങ്ങൾ. ഇവിടെയൊക്കെ നമുക്ക് ഇന്ത്യയിലുള്ള പോലത്തെ റോഡാണ്. കാരണം ഈ സൈഡ് ഒരു 5 കിലോമീറ്റർ അപ്പുറം ഇന്ത്യൻ ബോർഡറാണ്. ബോർഡറിൻ്റെ അരികിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുഴപ്പമില്ല. നമ്മുടെ UP-യിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള റോഡുകളൊക്കെയാണ് ഉള്ളത്. പക്ഷെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഇടതുവശത്തേക്കാണ് പോണത്. ഇവിടെയാണ് ഈ ഒരു ഏരിയയിലാണ് കാഠ്മണ്ഡു ഉള്ളത്. നമ്മളിങ്ങനെ പോയി നമ്മൾ ഹില്ല് കയറാൻ തുടങ്ങി കഴിഞ്ഞാലാണ് റിയൽ നേപ്പാളി റോഡ്സും നേപ്പാളി വെതറും നേപ്പാളി ആളുകളും നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ബോർഡറിൽ എപ്പോഴും ഒരു ഇന്ത്യൻ മിക്സിലാണ് ആൾക്കാർ. പക്ഷെ റിയൽ നേപ്പാളീസൊക്കെ ഉള്ളത് കാഠ്മണ്ഡു, പൊക്ര, അതുപോലെ നേപ്പാളിൻ്റെ ഇന്നർ ഏരിയാസിലാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ കുണ്ടുകുഴിയും കിട്ടി. ഇതാണ് മെയിൻ റോഡ് കേട്ടോ കാഠ്മണ്ഡുവിലേക്കുള്ള. നമ്മൾ ഭൈരവാന്ന് ഫസ്റ്റ് റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റും. അയാസിനൊക്കെ ഒരു കോലം നോക്കിയേ. നല്ല കുണ്ടും കുഴിയുള്ള റോഡാട്ടോ. റോഡ് പണിയുന്നുണ്ട്, ഒരു വലിയ ഹൈവേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ള് ഇളകി നിൽക്കുന്ന മണ്ണാണ്. പ്ലസ് നല്ലോണം സ്കിഡാകുന്നുണ്ട്. പിന്നെ ഒരു രക്ഷയില്ലാത്ത പൊടിയാണ്. കാരണം പൊടി എന്ന് വെച്ചാൽ നോർമൽ പൊടിയല്ല. അങ്ങനെ ഇങ്ങോട്ട് വണ്ടി വരുമ്പോൾ ശരിക്കും മഞ്ഞ് മൂടിയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഫീൽ ആട്ടോ പൊടി മഴയെ കുടുങ്ങിയിട്ട്. അപ്പം നിങ്ങൾ ഈ റൂട്ടിൽ വരുമ്പോൾ മെയിനായിട്ട് കയറേണ്ടത് ഡോണ്ട് ഓവർ സ്പീഡ്. ചിലപ്പോൾ നിങ്ങൾ ഇമ്പൾസോ എക്സ്പൾസോ ഹിമാലയനോ, ഇതാണല്ലോ മെയിനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടികൾ. ഇതൊക്കെ എടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഓഫ് റോഡ് ആണെന്ന് ആവേശം തോന്നും, എടുക്കരുത്, സ്കിഡാവും. ഓക്കെ.
സംഭവം ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇതാണ് അവസ്ഥ കേട്ടോ. ഇത്ര വേസ്റ്റാണ് ഞാൻ വിചാരിച്ചിട്ടില്ല. വേസ്റ്റ് വെച്ചാൽ ഓൾമോസ്റ്റ് വണ്ടി പല സമയത്തും കൈ തോന്നും. നിങ്ങൾ വിചാരിക്കേണ്ടത് ഓൾമോസ്റ്റ് വണ്ടി പല സമയത്തും കൈ തോന്നും. ഇതിപ്പോൾ ഉള്ളത് റോഡ് ടയറാണുള്ളത്. ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണ്. ബാക്കിൽ നെജ്മലുണ്ട്. നെജ്മലിൻ്റെ ഒരു സിംഗിൾ മൂവ്മെൻറ്റ് മതി കൺട്രോൾ പോകാൻ. അങ്ങനെയുണ്ട് ഓഫ് റോഡിൽ. പക്ഷെ അവനെ അറിയുന്നതുകൊണ്ട് അവൻ മര്യാദയ്ക്ക് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അറിയാത്ത ഏതെങ്കിലും ഒരാളുടെ ബാക്കിലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ട് ഡാൻസ് എടുക്കുമ്പോൾ വണ്ടി അതിൻ്റെ ഒപ്പം അങ്ങ് പോകും. ഉണ്ടോ വലിയ ഇറക്കി ടിപ്പാണ്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ മെല്ലെ ഇറക്കി പോടേന്ന്. സെക്കൻഡിലാണ് കയറുന്നത്, സെക്കൻഡിലാണ് ഇറങ്ങുന്നത്. വേറെ ഓപ്ഷനില്ല. ഈ റൂട്ടിലെ ഈ യാത്രയിലെ എൻ്റെ ഫസ്റ്റ് വേസ്റ്റ് റോഡ്. പക്ഷേ എൻ്റെ എത്ര കിലോമീറ്റർ ഓടി വരിങ്ങനെ 250 കിലോമീറ്റർ ഓടാൻ 10 മണിക്കൂർ കാണിച്ചത് മനസ്സിലായി. ഇതിപ്പം ബാറ്ററി ചത്തല്ല മൊബൈലിൻ്റെ. ഈ മണ്ണും പൊടി കഴിയാണ്ട് നിർത്താനും പറ്റില്ല. രാവിലെ തന്നെ നജ്മൽ വണ്ടി വൃത്തി കഴുകി. ഞാൻ അവനോട് പറഞ്ഞ് കഴുകേണ്ട കുറച്ച് വൃത്തിനാണല്ലോ. നല്ല അടിപൊളിയായിട്ട് വണ്ടി കഴുകി. ഇപ്പോൾ നോക്കിയാൽ ഫുള്ള് നോക്കിയാൽ കയ്യും കാലും എല്ലാം പൊടിയാണ്. 1 മണിക്കൂർ വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളങ്ങനെ കുഞ്ഞൊരു ടൗണിലെത്തിയിരിക്കുകയാണ്. ഞാൻ പോയ വഴി കേട്ടോ. പക്ഷെ ഞാൻ അന്ന് വരും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. റോഡ് പണി കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാം സെറ്റാവും കേട്ടോ. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ വണ്ടി ചവിട്ടി നിർത്തിക്കോ. ഒരു കാരണവശാലും കയറാനൊക്കെ ഉണ്ടോ. നമ്മളൊരു പോയിന്റ് കണ്ടോ. ഇതല്ല കേട്ടോ ഹൈവേ ആക്ച്വലി ഇതിപ്പോൾ ഇവർ കാട്ടിലെ കൂടി കുറച്ച് മണ്ണിട്ട് ലെവലാക്കിയിട്ട് വേറെ റോഡ് പണിതാണ്. ഹൈവേ അപ്പുറത്തെ കൂടെയാണ്. അത് അവർ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ബ്രിഡ്ജ് എന്തോ ഇതായിട്ട് കണ്ടോ. പുഴേൻ്റെ നടുവിലേക്കൂടെയൊക്കെയാണ് വണ്ടികൾ പോകുന്നത്. ഇപ്പോൾ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി. എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ കയ്യും കാലൊക്കെ വേനെടുക്കാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര പ്രശ്നം. വിചാരിച്ച പോലെയല്ല ഈ റോഡ് കേട്ടോ. ഒട്ടക്ക് ആടി തട്ടി എൻജിൻ കേസ് ലീക്ക് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് മാത്രമേ നോക്കണ്ടോ.
എൻ്റുമോ 50 കിലോമീറ്റർ ട്രാവൽ 2.5 മണിക്കൂർ എടുത്ത്. 2.5 മണിക്കൂർ എൻ്റെ അടി തട്ടിപ്പിട്ട്. നിങ്ങൾ വണ്ടീൻ്റെ കോലം നോക്കി നിങ്ങൾ. എൻ്റെ വണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് ജീവിതത്തിലാകുന്നത്. എൻ്റെ മോനെ റേന പറഞ്ഞു, എൻ്റെ മോനെ എന്താ അവസ്ഥ നോക്കിയാൽ. നൈറ്റെല്ലാം ഫുള്ള് ചളിയിൽ മുങ്ങി കേട്ടോ. അടിയാണെങ്കിൽ തട്ടി ടോം ചണ്ട മുടുന്ന അടി കിട്ടുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. കൈയും കാലും ഒക്കെ ബോഡി മൊത്തം ഇതൊക്കെ പൊടിയാണ്, കച്ചറാണ്. ഇത് ഞാനല്ല ഗൈസ്, ഇത് വേറെ ആരോ ആണ് ഗൈസ്. ഞാനല്ല ഗൈസ്, എൻ്റെ പ്രേതമാണ്, പൊടിയിൽ മുങ്ങിയ പ്രേതം. രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പൊടി. ഇപ്പം നമ്മൾ ഇവിടെ ചാവടിക്കാണ് നിർത്തിയിട്ടുള്ളത്. നേപ്പാളിൽ എന്താ പറയുക, ഒരു ചെറിയൊരു വില്ലേജാണ്. നല്ല നീറ്റാണ്. എന്ന് വെച്ചാൽ അഫ്കോഴ്സ് മണ്ണുണ്ട്, റോഡാണ്, പക്ഷേ ഇങ്ങനെ കച്ചറയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല നീറ്റാണ്. ഇവിടെ ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല മോമോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ഷോപ്പിലും ലിക്കറൊക്കെ അവൈലബിൾ ആണ്. ആസ് ഓഫ് നൗ ഞാനും നജ്മും രണ്ടുപേരും നോ ഡ്രിങ്ക്സ് നോ സ്മോക്ക്. അപ്പം എനിക്ക് പറ്റിയ ടീമിനത്തിൽ ഒപ്പരം കിട്ടി കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബ്രേക്ക് ഒഴിവായി കിട്ടി. കള്ളുടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്ഥലം കാണുമ്പോൾ ഒരു ബിയർ മറിച്ച് അതിൻ്റെ ബേക്കിലോടും. വെൻ യു ആർ റൈഡ് ഡു നോട്ട് ഡ്രിങ്ക് ചെയ്താൽ നിങ്ങൾ റൈഡ് ചെയ്യും. അതെ, അവിടെ ഒരു മൗണ്ടൈൻസ് ഒക്കെ ഉണ്ട്, നല്ല വെതറാണ്. സോ ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. വണ്ടീൻ്റെ കോലം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ, ഭയങ്കര അബദ്ധമാണ്. ഇവനെ ഒരു കുഴപ്പമില്ല കണ്ടോ ഞാൻ കണ്ടെടുത്തോളം. ഇവൻ്റെ സൗന്ദര്യം ഭയങ്കരമായിട്ട് സംരക്ഷിക്കും. ഇപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ തപ്പി കിടക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന് കൈ കഴുകിയിരുന്നു. ഇവൻ ഫുള്ള് കുളിക്കലായിരുന്നു. അവിടെ പോയി എല്ലാം വാർത്തിച്ചേ ഇപ്പം മുടി ലെവലായി കൊടുക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞു, രാവിലെ വണ്ടി പൊടിയാന്ന് പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് വണ്ടി അടിക്കുക ആളാണ്. അവിടെ നിന്ന് വിട്ട് 10 കിലോമീറ്റർ നമുക്ക് വണ്ടി കോലത്തിലായി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, റൈഡിന് പോകുമ്പോൾ നമ്മൾ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, വണ്ടിയൊന്നും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഇതാണ് ഷോപ്പ്. ഒരു അമ്മച്ചിതേ അവിടെ എന്ത് നിങ്ങളെ നോട്ടം എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കുന്നുണ്ട്. നമുക്കിതൊക്കെ എൻജോയ്മെൻ്റ് അല്ലേ. നമ്മൾ സൗന്ദര്യം സംരക്ഷിക്കില്ല, നമ്മൾ സൗന്ദര്യം ആസ്വദിക്കും. അതാണ് കേട്ടോ. അപ്പം കാണിക്കില്ല, എനിക്ക് ഫാൻ ഉണ്ടാവും. ഫാന് കണക്കാം. അപ്പം നമ്മൾ വണ്ടി വാഷ് ചെയ്യണേ. വണ്ടി വാഷ് ചെയ്യാൻ ഇവിടുത്തെ 100 റുപ്യാണ് ഉപയോഗിച്ചത്. നാട്ടിലത്തെ ഒരു 80 റുപ്യ, 80 ഇല്ല 70 റുപ്യ കേട്ടോ. 70 റുപ്യ വെച്ചത്. വണ്ടി വാഷ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കച്ചറയും പൊടികളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഫുഡ് അയ്യോ ഒരു രക്ഷയില്ലാത്ത സ്പൈസിയാണ്. നൂഡിൽസൊക്കെ ഭയങ്കര സ്പൈസിയാണ്. പിന്നെ വേറെ എന്തോ ഒരു വട്ടവട പോലത്തെ ഒരു ഡോണറ്റ് പോലത്തെ സാധനം ഓർഡർ ചെയ്തിന്, അത് കുഴപ്പമില്ല. അപ്പം എല്ലാവരും കാഴ്ച നിൽക്കുന്നുണ്ട്. കറക്റ്റ് നമ്മൾ നിർത്തി ഷോപ്പിന് ഇപ്പുറം തന്നെ ബൈക്കിൻ്റെ സർവീസ് സെൻറ്റർ കിട്ടി. अजमल खान नहीं है, अजमल खान दुबई में. ഇവന് ഹിന്ദി അറിയില്ല, ഇവരുടെ സംസാരം നല്ല രസമാണ്. ഹാപ്പി ന്യൂസിന്റെ ഗോപ്രോന്റെ ഗ്ലാസ് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ പൊട്ടിയിട്ടുണ്ട്. 5-6 days है. समझा? ये तो इधर बाइक नहीं है यार. ये आदमी है का बाइक आदमी बैठता है. കളിയാക്കണ്ട് കാര്യം പറഞ്ഞോടൊക്കെ ഇനി ഹിന്ദി ഒക്കെ क्या आप पीछे बैठता है, ये चलाता है. हाँ ड्राइवर है, मेरा ओनर है. हमारे गाड़ी है. ഗോപ്രോയുടെ ക്ലാസ് പൊട്ടി കേട്ടോ. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് പുള്ളിക്കാരൻ പണിയെടുക്കുന്നുണ്ട്. അന്നും ഇന്നും ഞാൻ കൊണ്ടുനടക്കുന്ന ഡയലോഗാണ്, മലയാളി പൊളിയല്ലേ. നമ്മുടെ റാപ്റ്ററിൻ്റെ പുറകിലുണ്ടായിരുന്നു, ആമിനയിലുണ്ടായിരുന്നു, ഫോർച്യൂണറിലുണ്ടായിരുന്നു, എല്ലാ സ്ഥലത്തും ഈ ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ടുള്ളൂ. ഞാനൊരു മലയാളി ആയതുകൊണ്ടാണ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളും ധൈര്യത്തോടെ എൻ്റർ ചെയ്യുന്നത്. സത്യം, ഞാൻ മറ്റ് സംസ്ഥാനക്കാരനായിരുന്നെങ്കിൽ ഒരുപക്ഷെ UP MP എന്തോ ആയിക്കോട്ടെ, എനിക്ക് ആ ഒരു ധൈര്യം കിട്ടില്ല. കാരണം ലോകത്തിൻ്റെ ഏത് കോർണറിൽ പോലും ഒരു മലയാളി ഉണ്ടാവും. ആ മലയാളിക്ക് വേണ്ടിയിട്ടാണ് ഫ്രം കേരള എന്ന് ചക്ക വലുപ്പത്തിൽ എഴുതിയിട്ടുള്ളത്. ഒരുപാട് വിളികൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ബേക്കിൽ. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കട്ടോ. എന്നെ വിളിക്കേ,
ബ്രോ 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 എന്ന് വിളിക്കേ, ഞാൻ നിർത്തി തരും, കാണാം നമുക്ക്. വണ്ടി വാഷ് ചെയ്യാനുള്ള ഐഡിയ നെജുമലിൻ്റെ ആയിരുന്നു. ആസ് യൂഷ്വൽ രാവിലെ വാഷ് ചെയ്തിട്ട് ഇപ്പം വെള്ളത്തിലായ പോലെ തന്നെ രണ്ടാമത് വാഷിങ് വെള്ളത്തിലാകാൻ പോവുകയാണ്. കാരണം നമ്മൾ വന്ന അതേ റൂട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് എന്നാണ് ഇവർ പറഞ്ഞിട്ട്. നമുക്ക് അറിയില്ലായിരുന്നത്. വണ്ടി വാഷ് ചെയ്ത് പൈസയും കൊടുത്ത് അത് 100 നേപ്പാളി കറൻസി പറഞ്ഞിട്ട് ചങ്ങായി 200 വാങ്ങി. കാരണം വെള്ളമടിക്കാൻ 100ഉം ഷാമ്പൂ ഇട്ട് കഴുകാൻ 200ഉം. അവനെ കഴുകാൻ പറഞ്ഞപ്പോൾ വെള്ളമടിക്കാനേ പറ്റുള്ളൂ, ഞാൻ ഷാമ്പൂ ഇടാൻ പറഞ്ഞു. അപ്പം ആ പൈസയും വെള്ളത്തിലായി. ഇനിയിപ്പോൾ നമ്മൾ വലിയ കുണ്ടും കുഴിയും വെയിറ്റ് ചെയ്തിങ്ങനെ പോവാട്ടോ. വിചാരിച്ച പോലെ കുണ്ടും കുഴിയൊന്നും ഇല്ലെങ്കിലും ഓഫ് റോഡ് ഉണ്ട് കേട്ടോ. അപ്പം രാത്രിയുമാണ്, ഓഫ് റോഡാണ്, പൊടിയുമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് നേപ്പാളി കാഴ്ചകളൊന്ന് കാണാൻ യോഗമില്ല. അമ്മണിയേ പായ അങ്ങോട്ട് മടക്കിയാളാ. വ്ളോഗ് കുറച്ച് നേരം ഞാൻ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പോയി കിടന്നുറങ്ങാം കേട്ടോ. പലരും പറഞ്ഞു നേപ്പാളിൽ പെട്രോളിന് ഭയങ്കര വില കുറവാണ്. 167 കേട്ടോ. നാട്ടിലത്തെ സെയിം, നാട്ടിലത്തെ 100 രൂപയാണ് ഇവിടെ പെട്രോളിന്. 100 100നേക്കാൾ 101 ഇവിടെ പെട്രോളിന്. അപ്പോൾ പെട്രോളിന് വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ആരും നാട്ടിൽ നിന്ന് അടിക്കണക്കേണ്ട. ഇന്ത്യയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് വന്നു കേട്ടോ. ഇതേപോലത്തെ പമ്പുകളാണ്. നമുക്ക് എത്രത്തോളം നല്ല എണ്ണയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 9 മണിയായി. ഇനി നമുക്ക് 14 കിലോമീറ്റർ ഉണ്ട്. 14 കിലോമീറ്റർ ഓടാൻ 29 മിനിറ്റ് കാണിക്കുന്നത്. ഓഹ്, എന്ത് ട്രാഫിക് അപ്പോൾ ഇത്! ഭയങ്കര ഹെക്ടിക് റോഡും ഭയങ്കര ട്രാഫിക്കും പൊടിയും മണ്ണും. മൊത്തത്തിൽ ഈ വഴി വരുന്നുണ്ടെങ്കിലേ ഫുള്ള് സേഫ്റ്റി ഗിയേഴ്സ്, മാസ്ക്, നല്ല പ്രോപ്പർ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് മാത്രം വന്നാൽ മതി. കാരണം 100% പിന്നെ നോട്ട് സേഫ്. റൈഡിങ് ഗിയേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൗസും എല്ലാം ഇടണം. എല്ലാം ഇട്ടെല്ലാം കുഴപ്പമെന്ന് വെച്ചാൽ ഫുള്ള് മണ്ണും പൊടിയും തിന്ന് ഒരു രക്ഷയില്ലാത്ത രീതിയിലാവും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണ്, ആസ്മ പോലത്തെ അസുഖമുള്ള ആൾക്കാരാണ്, പൊടി തട്ടുമ്പോൾ അലർജി ഉണ്ടാവും പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വൈക്ക് വരണം കേട്ടോ. സീരിയസ്ലി നല്ല ഹെൽമെറ്റ് അല്ലാണ്ട് നിങ്ങൾ ലോക്കൽ ആച്ച് ഹെൽമെറ്റ് എടുത്ത് വരും വേണ്ട. വൺ ഓഫ് ദ ഹെക്ടിക് റോഡ് എവർ ഐ ഹാഡ് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ത്യയെന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ നിങ്ങൾ ഓടിച്ചിട്ട് ഏറ്റവും വൃത്തിയായിട്ട റോഡ്, അത്രയും വൃത്തിയായിട്ട റോഡ്. 250 കിലോമീറ്റർ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് 350 കിലോമീറ്റർ ഉണ്ട്. 4 മണിക്കൂർ തികച്ചു വേണ്ട എത്താൻ. ഇത് ഞാൻ ഓൾമോസ്റ്റ് നമ്മൾ 11 മണിക്ക് വിട്ടതാണ്. 11 മണിക്കൂർ. എൻ്റെ മോനെ, 20 കിലോമീറ്റർ ഓടാൻ 1 മണിക്കൂർ. എൻ്റെ മോനെ, നിങ്ങൾ കൊച്ചിയിലെ ട്രാഫിക്കിൻ്റെ കുറ്റം വരുന്നത്. ഒരു നേപ്പാൾ ട്രിപ്പ് അടിച്ചാൽ ഞങ്ങൾ കൊച്ചി ട്രാഫിക്കിൻ്റെ കുറ്റമെല്ലാം മാറി കിട്ടും കേട്ടോ. ഞാനാണെങ്കിൽ ഫുള്ള് ടയർഡാണ്. പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം, എന്തായാലും പണിയാണെന്ന് അറിയാം. 12, 11 ഞാൻ മറ്റേ ദൂരെയുള്ള സിഗ്നൽ ആയിട്ട് കേട്ടോ. 9, 8, 7 നേപ്പാളി അക്കസുട്ടു അമ്മച്ചി. അണ്ടർവെയർ അത് അവിടെ ഉണ്ട്. നിന്റെ സൈസ് എത്രയാ? നിന്റെ അണ്ടർവെയർ സൈസ് എത്രയാ? എനിക്ക് വേണം. ഒരു വാങ്ങിയാലോ? വണ്ടി ഇവിടെ വെച്ചിട്ട് പോയാലോ? അല്ല വേണ്ട, വെയിറ്റ് അപ്പുറം വെക്കാം, കുഴപ്പമില്ല. ട്രാഫിക്കില്ല ലസം. എന്നാ അപ്പോൾ നമ്മൾ പോയി അണ്ടർവെയർ എടുക്കട്ടെ. ഇത് നമ്മളെ വണ്ടി കാണുമ്പോൾ എല്ലാവരും പൈസ കൂട്ടട്ടെ ചെയ്യാം. അതാണ് ഏറ്റവും വലിയ സങ്കടം. ബാക്കി എന്ത് സഹിക്കാം. രാവിലെ വാഷ് ചെയ്ത് ഫുൾ പൊടിയായി. പോയിട്ടോ ഹെൽമെറ്റ് പൊക്കിക്കൊണ്ട് പോവാം. നേപ്പാൾ ആയതുകൊണ്ട് അറിയില്ല. വാ. स्मॉल साइज नहीं है, इधर इसमें साइज है एक्सेल। छोटा दे दो भाई, हमारा छोटा है। 5XL है, आपको आ जाएगा। अरे नहीं, हमारा छोटा है, छोटा दे दो। छोटा ही साइज है, 5XL लिखने से क्या होगा? അത്ര ചെറുതൊന്നുമല്ല കേട്ടോ, അത്യാവശ്യമൊക്കെ ഉണ്ട്. मीडियम दे दो भाई। नहीं ये इतना छोटा है, लिखने से क्या होगा? देखो आप कितना वेस्ट पहनते हैं, कमर कितना? 85 का है मेरा, 85 साइज है। कमर उम्र 32 32 की आराम से आ जाएगा ना ये। अभी इतना नापे ना 25-26। ये क्या साइज है? इलास्टिक है, ज़्यादा प्रॉब्लम है।
तो आपने मीडियम दे दो, मुश्किल नहीं, बस एक दिन के लिए एक एडजस्ट करना है। सेकंड सब छोटा ही 3XL आता है। पहले का EMI 3XL, 4XL, 5XL लेके आता है। ML XL को 3XL आपका बस लार्ज वाला नहीं है, मीडियम वाला नहीं है? चाइनीज वाला दिखता है। ये वाला वही तो चाइनीज है। साइज है ना, I know, आपको I know. 3XL मतलब मीडियम दिखाओ नहीं ഒരു second. XL large ഇങ്ങോട്ട് വന്നേ. understanding brother ഇല്ല എടുത്താണോ वो नहीं है ना, हमारे पास है ना 32 का है ना आपका, sorry 32 है ना कमर में। 32 size है हाँ मेरा 32 है भैया, वहाँ का उनका भी 32 ही है। 32 है उसको नहीं चाहिए, मुझे चाहिए। ये कितना है? 26 है, अंडरवेयर എടുക്കുമ്പോൾ ഇങ്ങനെ അളന്നിട്ട് എടുക്കുന്ന ട്രേഡിംഗ് നീ? 26 है। एक सेकंड आपका है इतना है। वो दूसरा साइड दिखाओ। ये है नहीं ना, नहीं, ये देखिए ना 13 प्लस 13 26 हो गया ना। ഓക്കെ ആ എടുത്തോ, മതി ഒന്നെടുത്തോ. ഒന്നും മതിയല്ല ആ ഇതില് ഒരു അണ്ടർവെയർ വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സോ നമ്മളങ്ങനെ വാങ്ങി ഗായ്സ്, നമ്മുടെ അണ്ടർവെയർ വാങ്ങി ഗായ്സ്. ആ എൻ്റെ സ്വന്തം അണ്ടർവെയർ. കുറയോ थोड़ा डिस्काउंट करो ना फिक्स प्राइस है। अरे क्या है, ब्लॉग में दिखाएगा। अगर किसी को अंडरवेयर चाहिए तो ले लो, इधर से ले लो. एത്ര എടുത്തേ? शॉप का नाम भी बोल दीजिए, रॉन्ग वे द फैशन है। तो फ्री देना पड़ेगा अंडरवेयर. अरे नहीं होगा। 3 million views അക്കൗണ്ട് എടാ തള്ളടാ, തള്ളു തള്ളു മര്യാദ തള്ളു. YouTube बाइक अंदर। അങ്ങനെ അണ്ടർവെയർ വാങ്ങി. എന്താ വീഡിയോ പോട്ടോ ये आपका ये मल्लू ट्रैवलर वाला हाँ ये मल्लू मल्लू है ये मल्लू ट्रैवलर हाँ नहीं स्टिकर नहीं है भैया. ബാ കേറി വാ, ലെറ്റ്സ് ഗോ. अंडरवेयर വാങ്ങി ഗായ്സ്, പോവാം. अगर अंडरवेयर पहन के लूज है तो मैं वापस लेके आएगा. केरी को भैया, केरी को. रिटर्न पॉलिसी है ना. ഒരു ഷഡ്ഡി വാങ്ങാൻ കയറിയ കഥ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം നമ്മളങ്ങനെ നേപ്പാളിലെ തെരുവുകളിലൂടെ പോവുകയാണ്. നമ്മുടെ 100 രാജ്യങ്ങളുടെ കറങ്ങുന്ന ട്രിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നേപ്പാളിലെത്തിയത്, മറന്നു പോരുത്. ഓക്കെ, ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോണത്. ലൊക്കേഷൻ എത്തി. ഇത് എവറസ്റ്റ് ഹോട്ടൽ കേട്ടോ, ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ വണ്ടി നല്ല മിസ്സിങ് ഉണ്ട്, നല്ല മിസ്സിങ് ഉണ്ട്, ചെറുതല്ല, അടിപൊളി മിസ്സിങ് ഉണ്ട്. എനിക്ക് സർവീസ് ചെയ്യണം, കാരണം എൻ്റെ ബലമായ സംശയം എവിടെയോ വെള്ളം, എഞ്ചിൻ്റെ ഉള്ളിൽ എവിടെയോ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ചോ സൗണ്ട്, ഒരു എഞ്ചിൻ വോയിസ് കേട്ടോ നിങ്ങൾ. ഓക്കെ, അതുപോലെ നേപ്പാളിലെ കുഴികളിൽ ചാടിയിട്ട് എൻ്റെ ടോപ്പ് ബോക്സ് പൊട്ടിപ്പോയി ഗായ്സ്. എൻ്റെ ടോപ്പ് ബോക്സ് പൊട്ടിപ്പോയി. അയ്യോ, ഇവിടെ പീസായിട്ടിത്. ഇനിയിപ്പം അതും ശരിയാക്കണത് ഇവിടെ കൊണ്ട് സിഗ്നൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആരും ഡോണ്ട് എവർ ദയവ് ചെയ്ത് ആരും വണ്ടികളെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരരുതേ എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന. കാരണം അത് ലോക്കാവുന്നില്ല ടോപ്പ് ബോക്സിൻ്റെ. കാണുന്നുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര വൃത്തിയുടെ റോഡാണ്. അത് റോഡ് വൃത്തിയിടാനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ, ഇവരിവിടെ പണിയെടുത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. അയ്യോ, വലിയ ക്രീമൊക്കെ വലിയ ക്രീമൊക്കെ ഇട്ടിരുന്ന ഒന്നിച്ചാക്കിയ ആളാണ്. അക്കാര്യത്തിൽ എന്താ പറയാ, ഇവനെ മറ്റേ എന്താ പറയാ, ചോക്ലേറ്റ് ബോയ് റൈഡ് പോകണം കേട്ടാ. ഹെൽമെറ്റിന്റെ കോളം കണ്ടോ നിങ്ങള്? ഫുള്ള് ഇതാണ്ട്, ഇതൊക്കെ നോക്കിയാ ഇങ്ങനെ വരക്കുമ്പോ കണ്ടോ വരുന്നുണ്ടോ? ഇതാണ് ഹെൽമെറ്റ്. അതിന്റെ 10 ഇരട്ടിയാണ് എൻ്റെ മോന്തൊക്കെ ഉള്ളത്. പെണ്ണുങ്ങളെല്ലാം മോന്തല് മറ്റേ ഇതിടില്ലേ, എന്താ പറയുക, കളർ പൊട്ടി ഇടില്ലേ, മീൻസ് മേക്കപ്പ് ഇടില്ലേ, അതുപോലെ തന്നെ നമ്മൾ മൺപൊട്ടി ഇട്ടിട്ടില്ല കേട്ടോ, മണ്ണിനെ കൊണ്ട് പൊട്ടിയിട്ടതാ. ആ മൺമസാല ഇത്ര സമയം നമ്മൾ ചെയ്തോളുന്നത്. ഓ എന്തോ വാട്ട്, നമ്മൾ രണ്ടാളും എല്ലാവരും സംഭവം അച്ചീവ് ചെയ്ത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കൊച്ചിയിൽ വെറുതെ ഇരിക്കുമ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയാലോ നേപ്പാളിലേക്ക് എന്നിട്ട് എണീറ്റ് വിട്ടതാ. അതിനാണ് ഇവൻ എൻ്റെ കൂടെ വന്നത്. ഓ അടിപൊളി റൂമാണ്, ട്വിൻ ബെഡ് കിട്ടിയിട്ടുണ്ട്. ഓ പുതിയ അണ്ടർവെയർ ഇട്ട് നോക്കട്ടെ ഞാൻ ഏതായാലും. അതാണ് ഞാൻ അത് ഭയങ്കര ഐ എം സോ എക്സൈറ്റഡ് ഗായ്സ്. പുതിയ അണ്ടർവെയർ വാങ്ങിയിട്ട് ഇട്ട് നോക്കേണ്ട എക്സൈറ്റഡ്. ഓ ഇവിടെ എന്തൊക്കെയുണ്ട്, ഏക്കാ ഖാനേക്കായ ഹൈവാ. എന്നിട്ട് നേപ്പാളി 100 രൂപ കൊടുക്കുമോ അവൾക്ക്? ഇന്ന് കൊണ്ടിട്ട്
നൂറും കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല, ചില്ലറ കാര്യങ്ങളൊന്നുമില്ല. ഉറപ്പാ? ഒന്ന് തപ്പിയൊക്കെ ഒന്നും കൊണ്ടുവന്ന് ചില്ലറ കൊണ്ട് നോക്കിയത്. നമ്മളങ്ങനെ കാഠ്മണ്ഡുവിലെത്തി ഗായ്സ്. അയ്യോ ചൊറിഞ്ഞോടണം, ഞാൻ ചൊറിയേന്ന് കീശയിലിട്ട് സുയിക്കതല്ല കേട്ടോ. ഇനി ഈ റൈഡിങ് കേസിന് ആവശ്യമില്ല കുറച്ച് ദിവസത്തേക്ക്. ഇതൊന്ന് വാഷ് ചെയ്യാൻ കൊടുക്കണം. ഞാനൊന്ന് എൻ്റെ യഥാർത്ഥ കളറിലേക്ക് വരട്ടെ. അതിവിടെ കിടക്കട്ടെ, കാണുന്നില്ല. അരമണിക്കൂറത്തേക്ക് എനിക്ക് ബാത്റൂം എന്താണ് പരിപാടി? 1 മണിക്കൂറൊക്കെ ബാത്റൂം ഉണ്ട് മിക്കവാറും. ഹോട്ടൽ റൂം എടുക്കുമ്പോൾ 1 മണിക്കൂർ എനിക്ക് വേണ്ടിട്ടുണ്ട് കേട്ടോ, 1/2 മണിക്കൂർ ബാത്റൂമിന് വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് കഷ്ടപ്പാടാണ്. ഞാൻ നിങ്ങൾ പാനൽ നോക്കിയാൽ ഇതുണ്ടോ, ഫുള്ള് പൊടിയുമാണ്. എന്ത് ചെയ്യാനാ? ഇനിയിപ്പം ഒരു കാര്യം, ഞാൻ ഇതൊക്കെ അയച്ചു പറിക്കട്ടോ, അയച്ചു പറിച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്നിട്ട് കാണാം. അതുപോലെ ഏതായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നജുല, താങ്ക് യു സോ മച്ച്. കേരള ടു കാഠ്മണ്ഡു 5 ഡേയ്സിനുള്ളിൽ. പിന്നെ നമ്മൾ 3600-700 കിലോമീറ്റർ ഓടിയില്ലേ? 3700 കിലോമീറ്ററിനടുത്ത് ഓടി. ടോപ്പസ്റ്റ് പെർ ഡേ നമ്മൾ 1300 കിലോമീറ്റർ ഓടിയിരുന്നു. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ, സത്യം. ഈ വണ്ടി ആയതുകൊണ്ടാണ് നമുക്ക് ബോഡി പെയിനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ എത്തിയത്. നടുവേനുണ്ടെങ്കിലല്ലോ മൊത്തത്തിൽ അടിപൊളിയല്ലേ? അല്ല, എൻ്റെ ലൈഫിൽ കുറേ സേവ് ചെയ്തു, കുറേ സ്ഥലത്ത് സേവ് ചെയ്തു, കുറേ സ്ഥലത്ത്. എന്താ പറയുക, നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് ഓഫ് റോഡ്സ്, ഒരുപാട് അഡ്വഞ്ചർ, ഒരുപാട് എന്താ പറയുക, വണ്ടിപ്പണിയെടുത്ത് പണിയെടുക്കുക, കഷ്ടപ്പെടുക, ഇതൊക്കെ ഉണ്ട്. കാരണം 2 വർഷത്തേക്ക് എൻ്റെ ജീവിതം ഈ വണ്ടിയിലാണ്. സത്യം പറയാനുണ്ടല്ലോ, കുറച്ച് കാശൊക്കെ ഫിനാൻഷ്യലി അത്യാവശ്യം കാശൊക്കെ ഒരു വ്യക്തിക്ക് അതേപോലത്തെ വണ്ടി മസ്റ്റാണ് ഒന്ന് എടുക്കുന്നത്. 2 വീലർ റൈഡില്ലേ, അത് എൻജോയ് ചെയ്യാൻ 100% ആ ഒട്ടും വേസ്റ്റ് ആവില്ല ആ കാശ്. പിന്നെ ഒന്നുണ്ട്, ഈ ഗോൾഡ് വിങ് ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇത് അഭിപ്രായം പറയാം, പക്ഷേ ഗോൾഡ് വിങ് ഓടിക്കാൻ കിട്ടില്ല. അതാണ് ഗോൾഡ് വിങ്ങിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഈ ഏത് വണ്ടി നിങ്ങൾക്ക് ഓടിക്കാൻ കിട്ടും, ഗോൾഡ് നിങ്ങൾക്ക് ഓടിക്കാൻ കിട്ടില്ല. കാരണം ഗോൾഡ് വിങ് ഓണേഴ്സ് ഗോൾഡ് വിങ് കൈവിട്ട് കൊടുക്കുക. എൻ്റെ വണ്ടി ഓടിച്ചതൊന്ന് ഇത്ര ദൂരം ഓടിച്ചത് ഇവൻ മാത്രമേ ഉള്ളൂ. നീ അല്ലാണ്ട് വേറെ ആരുമില്ല ഇത്ര അധികം ഓടിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, ഒരു 3-4 പേര്, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് 3-4 പേരാണ് കുറച്ചും ലോക്കൽ ട്രിപ്പ്, ഒരു 10-50 കിലോമീറ്റർ താഴെ ട്രിപ്പിലൊക്കെ ജോയിൻ ചെയ്ത്. പക്ഷെ ഇത്രയധികം കിലോമീറ്റർ ഞാൻ ബാക്ക് സൈഡിൽ നിന്നിട്ട് പോയത് ആദ്യമായിട്ടാണ്. മൊത്തത്തിൽ നമ്മൾ എൻജോയ് ചെയ്തു, അടിപൊളി കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നാളെ നമ്മൾ കാഠ്മണ്ഡുവിൽ കാഴ്ചകൾ, കളർ കാഴ്ചകളായിരിക്കും നാളെ, മിസ് ചെയ്യാതെ കാണും കേട്ടോ. ഓക്കെ, അടിപൊളി ട്രാവൽ വീഡിയോസിൻ്റെ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.